എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ മക്കളെ, നമ്മളിതാ പുതിയൊരു വർഷത്തിലേക്ക് കടന്നു. നിങ്ങളെല്ലാവരും വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങി, നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ആരംഭിച്ചു, പുതിയ ചാപ്റ്റേഴ്സ് പഠിച്ചു. അപ്പോൾ ഇനി എന്താണെങ്കിലും നമ്മളിനി വെയിറ്റ് ചെയ്യുന്ന 2 എക്സാമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് ഇനി വരാൻ പോകുന്നത്. ഫെബ്രുവരി മാസത്തിൽ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് പരീക്ഷ. അതുകൂടാതെ നമുക്ക് ആനുവൽ എക്സാമും നമുക്ക് അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്കോളർഷിപ്പ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ LSS പരീക്ഷ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതുപോലെയല്ല ഇക്കൊല്ലം മുതൽ നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം. നമ്മുടെ LSS പരീക്ഷയുടെ പേരൊക്കെ മാറ്റി ഇപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ എക്സാമിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. 2 പേപ്പറിലാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ അതിലുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ EVSൻ്റെ കേസ് പറയുവാണെങ്കിൽ പേപ്പർ 1ൽ EVSന്ന് ടോട്ടൽ 10 ക്വസ്റ്റ്യൻ 10 മാർക്ക്. പക്ഷേ പേപ്പർ 2ൽ EVSന്ന് ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ആ ഒരൊറ്റ ക്വസ്റ്റ്യന് 5 മാർക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ EVS മുഴുവൻ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ആ ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റുള്ളൂ. കാരണം പേപ്പർ 2ൽ ആകെ ഒറ്റ ക്വസ്റ്റ്യൻ EVSന്നുള്ളൂ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, പുതിയ മെത്തേഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കണം. സോ ഞാനിന്ന് വന്നിരിക്കുന്നത് 2 ക്വസ്റ്റ്യൻ കൊണ്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഭൂമിയുടെ 2 ചലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ചലനങ്ങളുടെ പേര് കണ്ടെത്തി പ്രത്യേകതകൾ തരംതിരിച്ചു എഴുതുക. The following are the facts related to the 2 movements of the earth. Find the name of the movement and write down the characteristics. അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ടേബിളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ടേബിളിൽ മൂവ്മെൻറ്റ്, അതായത് ചലനം, അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകത, ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോയിൻറ്റ്സുകളൊക്കെ ഒന്ന് നോക്കാം. എന്തെല്ലാം പോയിൻറ്റ്സ് ആണ്? 1, 24 മണിക്കൂർ സമയം വേണം. ഇറ്റ് ടേക്ക് 24 hours. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത് ഋതുഭേദങ്ങൾ ഉണ്ടാവുന്നു, സീസൺസ് ഒക്കർ. മൂന്നാമത്തേത് പൂർത്തിയാക്കാൻ 1 വർഷം എടുക്കുന്നു, ഇറ്റ് ടേക്ക് 1 year ടു കംപ്ലീറ്റ്. അടുത്തത് ദിനരാത്രങ്ങൾ ഉണ്ടാവുന്നു, ഡേ ആൻഡ് നൈറ്റ് ഒക്കർ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ദാ മുന്നിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ടേബിളിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ടേബിൾ പറഞ്ഞിരിക്കുന്നത് ചലനം, പ്രത്യേകത. അപ്പോൾ ആദ്യം നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള ചലനമാണ് എന്ന് നമുക്ക് നോക്കാം. ഏതെല്ലാം തരത്തിലുള്ള ചലനമുണ്ട്? 1 റൊട്ടേഷൻ, അല്ലേ, ഭ്രമണമുണ്ട്. അതുപോലെ 2 എന്താണ്? റെവല്യൂഷൻ, അതായത് പരിക്രമണം. അപ്പോൾ ഈ 2 തരത്തിലുള്ള ചലനവും അതിൻ്റെ പ്രത്യേകതകളുമാണ് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. 24 മണിക്കൂർ സമയം വേണം. അതുപോലെ തന്നെ ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുന്നു. ഇത് രണ്ടും ഏത് തരത്തിലുള്ള ചലനമാണെന്നൊന്ന് ആലോചിച്ച് വയ്ക്കുകയും. ഇത് രണ്ടും ഏത് തരത്തിലുള്ള ചലനമാണ്? യെസ്, ദിസ് ഈസ് ഡ്യൂ ടു റൊട്ടേഷൻ, അല്ലെങ്കിൽ ഭ്രമണം, അല്ലേ. റൊട്ടേഷൻ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് 24 മണിക്കൂർ. 24 മണിക്കൂർ മൂലം ഉള്ളതാണ് ഈ രാവും പകലും ഇങ്ങനെ മാറി മാറി വരുന്നത്, അല്ലേ. റൊട്ടേഷൻ മൂലം ഉള്ളതാണ് രാവും പകലും മാറി മാറി വരുന്നത്. സോ ഇത് രണ്ടും നമുക്ക് റൊട്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകതയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഈ 2 പോയിന്റ് അവിടെ എഴുതാം. ഇനി അടുത്തത് പറയുന്നത് ഏതാണ്? ഋതുഭേദങ്ങൾ ഉണ്ടാവുന്നു, സീസൺ ഉണ്ടാവുന്നു, അതുപോലെ 1 വർഷം എടുത്തിട്ടാണ് അത് പൂർത്തിയാവുന്നത്. അതാണ് നമ്മുടെ പരിക്രമണം, അല്ലെങ്കിൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഭൂമിയുടെ 2 ചലനം, അവരുടെ പ്രത്യേകതകൾ ഒക്കെ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ഇതുപോലെ കുറച്ച് പോയിന്റ്സ് തന്നിട്ട് അതിനെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. കറുത്ത വാവ്, വെളുത്ത വാവ് ദിവസങ്ങളിൽ ഭൂമി, സൂര്യൻ, ചന്ദ്രൻ എന്നിവയുടെ സ്ഥാനം ചിത്രീകരിക്കുക. ഇലിസ്ട്രേറ്റ് ദ പൊസിഷൻ ഓഫ് എർത്ത്, സൺ ആൻഡ് മൂൺ ഓൺ ദി ഡേയ്സ് ഓഫ് ന്യൂ മൂൺ ഡേ ആൻഡ് ഫുൾ മൂൺ ഡേ. അപ്പോൾ അമാവാസി എന്ന് പറയുന്ന ഏത് ഡേ ആണ്? ന്യൂ മൂൺ ഡേ ആണ്. പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ് എന്ന് പറയുന്ന ഏത് ദിവസമാണ്? ഫുൾ മൂൺ ഡേ ആണ്. അപ്പോൾ ഈ 2 ദിവസവും നമ്മുടെ സൂര്യൻ്റെയും നമ്മുടെ മൂണിൻ്റെയും നമ്മുടെ എർത്ത് ഭൂമിയുടെയും ആ ഒരു പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഏതെടുക്കാം? നമ്മുടെ ന്യൂ മൂൺ ഡേ എടുക്കാം. ന്യൂ മൂൺ ഡേ എന്ന് പറയുമ്പോൾ ഒരു കോഡ് നമ്മൾ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? EMS. അതായത് മൂണാണ് സെൻറ്ററിൽ വരുന്നത്, എർത്തും സണ്ണും 2 സൈഡിൽ വരും. ഇനി അതേസമയം ഫുൾ മൂൺ ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതായിരുന്നു കോഡ് പറഞ്ഞത്? MES. അതായത് എർത്താണ് സെൻറ്ററിൽ വരുന്നത്, മൂണും സണ്ണും 2 സൈഡിൽ വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് അതിൻ്റെ ആ ഒരു ചിത്രം നിങ്ങൾ നോട്ട് ചെയ്യണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാനായിട്ടും അറിയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ജസ്റ്റ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും, ഇത് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. പക്ഷെ വരച്ച് പഠിക്കണം കേട്ടോ, വരച്ച് പഠിക്കണം. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ് അല്ലെങ്കിൽ ന്യൂ മൂൺ ഡേ, അതിൽ നമ്മുടെ മൂണാണ് സെൻറ്ററിലുള്ളത്. നിങ്ങൾ EMS
MES എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്താൽ മതി. അതുപോലെ പൗർണമി അല്ലെങ്കിൽ വെളുത്തവാവ് അല്ലെങ്കിൽ ഫുൾ മൂൺ ഡേ, അതിനകത്ത് നമ്മുടെ എർത്താണ് സെൻറ്ററിലുള്ളത്, MES എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഇനി വരാൻ പോകുന്ന സ്കോളർഷിപ്പ് എക്സാമിന് ഇതുപോലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളിങ്ങനെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ചുമ്മാ കേട്ടാൽ മാത്രം പോരാ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സൈലത്തിൻ്റെ ജ്വാല ബാച്ചിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് സൈലം ലേണിംഗ് എഡ്യൂക്കേഷൻ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ, നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ജ്വാല ബാച്ചിൽ കയറാനായിട്ട് പറ്റും. അതും ഫ്രീ ബാച്ചാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ആനുവൽ എക്സാമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഈ സ്കോളർഷിപ്പ് എക്സാം എഴുതാത്ത കുറേ മക്കളുണ്ടാവുമല്ലോ. ഇപ്പോൾ സ്കോളർഷിപ്പ് എക്സാം എഴുതിയാലും എഴുതിയില്ലെങ്കിലും നിങ്ങൾ ആനുവൽ എക്സാം എഴുതണം. എനിവേ ആനുവൽ എക്സാമിന് നിങ്ങൾക്കൊന്ന് സെറ്റാക്കുന്നതിനായിട്ടുള്ള കാര്യം മിസ് പറഞ്ഞുതരാം. ആനുവൽ എക്സാമിന് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഒരു റിവിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രാണ എൻഗെയിം 2.0. അപ്പോൾ നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കണം. ഇതിൽ റിവിഷൻ ബാച്ച് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആണെങ്കിൽ 50% ഡിസ്കൗണ്ട് ഉണ്ട്, ഓഫറുണ്ട്. 849 രൂപയാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. ദിസ് ഈസ് എ കംപ്ലീറ്റ് റിവിഷൻ ബാച്ചാണ് കേട്ടോ. എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫസ്റ്റ് യൂണിറ്റ് ഓൺവേഴ്സ് നമുക്കൊരു റിവിഷൻ ബാച്ചാണിത്. സോ ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. ഓക്കെ അല്ലേ? അപ്പോൾ എനിവേ നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.